നോക്കി കരയാൻ. ഇന്ന് സീറോ മലബാർ സഭയിൽ വിഭൂതി തിരുനാളായിട്ട് ആചരിക്കുകയാണ്. നീണ്ട 50 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും പോകുന്ന നോമ്പിന്റെ വിശുദ്ധീകരണത്തിന്റെ നാളുകൾ. ആദ്യമേ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഭൂതി തിരുനാളിന്റെ പ്രാർത്ഥനകൾ, ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനമാണ്. മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. നമുക്കറിയാം, ഈ വചനം ആദ്യം മാതാപിതാക്കളോട് കർത്താവ് പറയുന്നൊരു വചനമാണ്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ മണ്ണിനോട് തന്നെ ചേരണം. ഇത് അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുമ്പോൾ അവരോട് മാത്രമായിട്ടല്ല, നമ്മളോടും ഈ ലോക അവസാനം വരെയുള്ള സകല മനുഷ്യരോടുമായിട്ടുള്ള കർത്താവിന്റെ ദൂതാണ്, കർത്താവിന്റെ വാക്കാണിത്. മനുഷ്യൻ മണ്ണിൽ നിന്നാണ് എടുക്കപ്പെട്ടത്, അവൻ മണ്ണിലേക്ക് തന്നെ പോകും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നു? നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ ആരും ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒന്നും കൊണ്ടുവരാതെയാണ് നമ്മൾ വന്നത്. തിരികെ പോകുന്നത് ഒന്നും കൊണ്ടുപോകാതെയുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ആയുസ്സിന്റെ ആ നാളുകളിൽ അഹങ്കരിച്ചു ജീവിക്കുകയല്ല വേണ്ടത്. ഈ നോമ്പുകാലം, ഈ വിഭൂതി തിരുനാളിന്റെ ഈ ദിവസം ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? അഹങ്കാരം മാറ്റുക, എളിമപ്പെടുക, വെറുപ്പ് മാറ്റുക, സ്നേഹിക്കുക, സ്വന്തമായി ആശ്രയിക്കാതെ മറ്റുള്ളവർക്ക് നന്മകളും സഹായങ്ങളും ചെയ്യുന്ന കരങ്ങളായി മാറുക. അതാണ് ഈ നോമ്പുകാലം, അല്ലെ? പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, ദാനധർമ്മം, ഇതൊക്കെ കൊണ്ട് പുണ്യമാകുന്ന നാളുകളെ ഈ നോമ്പുന്ന കാലം. അതുകൊണ്ട് ഈ ഒരു വിധത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലാതെ അഹങ്കരിച്ച് ജീവിക്കാനല്ല. അതുകൊണ്ട് വചനം പറയുന്നത്, മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. അതുകൊണ്ട് അഹങ്കരിക്കാതെ എളിമയോടെ ജീവിക്കുന്നവരായി ഈ നോമ്പുകാലത്തിൽ നമുക്ക് മാറാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.